കെ പി ഗണേഷ് കുമാർ പറയുന്നത് തൻ്റെ പ്രണയം ഒരിക്കലും അവസാനിക്കില്ല. ജവഹർലാൽ നെഹ്റുവിനും മാധവിക്കുട്ടിക്കും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കും ഒക്കെ തുല്യമാണ് തൻ്റെ പ്രണയം എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ പ്രണയിക്കാമെങ്കിൽ എനിക്ക് പ്രണയിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ പറയുന്ന 5000 പ്രണയം ഉണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നാണ്. അത് ഇന്നലെ ഗണേഷ് കുമാർ ചാനലിൽ പറഞ്ഞ പുള്ളിക്ക് 5 5000 ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കതിനകത്ത് ഒരു 2 സംഗതിയാണ് അതിനകത്തുള്ളത്. ഒന്ന്, അദ്ദേഹം ഉപമിച്ചത് ഗണേഷ് കുമാർ ഉപമിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ മാധവിക്കുട്ടി, അതുപോലെ തന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇതിനകത്ത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കേണ്ട വസ്തുതയുണ്ട്. ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ഇതേപോലെ ആയിരുന്നോ? അങ്ങനെ ആയിരുന്നോ? ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രണയമല്ല പ്രശ്നം. ഒരാൾക്ക് ആരും പ്രണയിക്കാൻ അധികാരമുണ്ട്, മാത്രമല്ല വ്യക്തിപരമാണ്. പക്ഷെ മന്ത്രി നിലയ്ക്ക് വിഭജിക്കൽ അങ്ങനെയല്ല. ഇത് വ്യഭിചാരമാണ് പ്രശ്നം. വ്യഭിചാരം എന്നുള്ള ആരോപണം നമ്മളാരുമല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന ബിന്ദു, അവരാണ് 112 വിളിച്ചിട്ട് പറയുന്നത് ഞാൻ കാണാൻ പറ്റാത്ത രീതിയിൽ വാളകത്ത് ഉള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു എന്നാണ്. അപ്പോൾ കാണാൻ പറ്റാത്ത രീതി എന്ന് പറഞ്ഞാൽ വേറെന്താ കാണാൻ പറ്റാത്തത്? ഇയാൾ വസ്ത്രമില്ലാണ്ട് നിന്നൊന്നും അല്ലല്ലോ. അതെ, അതിന് ഭാര്യ പരാതി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഭാര്യ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഇയാളുടെ ചെയ്തികളിൽ ഉണ്ടായിരിക്കുന്ന എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. അത്തരം ഒരു ചെയ്തികളുള്ള ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതേപോലെ തന്നെ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇത്തരം ആക്ഷേപം അദ്ദേഹത്തിനുണ്ടോ? അവർ ഇത്തരം ആക്ഷേപത്തെക്കുറിച്ച് എന്താ പറയുക? അതാണ് അതിനകത്തുള്ളത്. രണ്ടാമത്തത്, ഇതിൽ ഇയാൾ വ്യക്തിപരമെന്നൊക്കെ പറഞ്ഞ്, വ്യക്തിപരമായിട്ടുള്ള പ്രണയമാണ് വ്യക്തിപരം, പക്ഷെ വ്യഭിചാരം വ്യക്തിപരമല്ല. അത് സാമൂഹ്യ തിന്മയാണ് ശരിക്ക്. കാരണം ഇയാളുടെ ആദ്യത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ മന്ത്രിസഭയുടെ 2013 എൻ്റെ ഓർമ്മ. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സമയത്ത് ഇയാൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട അന്നും ഇയാളുടെ ഭാര്യ പരാതിപ്പെട്ടിരുന്നു. അന്ന് വേറെ ഭാര്യയാ. ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാര് മാറും. അന്നത്തെ ഭാര്യ യാമിനി തങ്കച്ചി എന്നങ്ങണ്ട അവരുടെ പേര്. അവർ പരാതിപ്പെട്ട സമയത്ത് അവർ പറഞ്ഞ അവരെ കയറിട്ട് ഇയാൾ നന്നായിട്ട് കയറി മർദ്ദിച്ചു. ഇങ്ങനെ മർദ്ദിക്കാനുള്ള അധികാരം ആരാ മന്ത്രിക്ക് കൊടുത്തത്? ഒരു മന്ത്രി നിലയ്ക്ക് ഇയാൾക്ക് സ്ത്രീകളെ തല്ലാനുള്ള അധികാരം ഇയാൾക്ക് ഉണ്ടോ? ഇയാളാരെ തല്ലാനായിട്ട്? ആ തരത്തിൽ മന്ത്രിമാർ തല്ലിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പോലീസ് നടപടി എടുക്കുന്നില്ലെങ്കിൽ പോലീസിന്റെ ചെയ്തികൾ മന്ത്രിക്ക് അനുകൂലമാണ്. അങ്ങനെ മന്ത്രിക്ക് അനുകൂലമായിട്ട് പോലീസിന്റെ ചെയ്തികൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രി വേണ്ടി ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. കാരണം മന്ത്രിക്ക് സ്ത്രീകളെ തല്ലാനുള്ള അധികാരമൊന്നുമില്ല. ആ തരത്തിൽ അധികാരം മന്ത്രി എന്നുള്ള ഗർവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഗണേഷ് കുമാറിനെ കുറിച്ചും അവരുടെ ഒരു പാരമ്പര്യം, ഒരു കൊട്ടാരക്കര പാരമ്പര്യം, ഒരു മാടമ്പി സംസ്കാരമാണ്. ഒരു മാടമ്പിത്തരാണ് ഇയാളുടെ അച്ഛൻ തുടങ്ങിയിട്ടുള്ളത്. ഇയാളുടെ അച്ഛൻ തുടങ്ങി എന്ത് ധിക്കാര കാണിക്കുക, എന്ത് ധിക്കാര സംസാരിക്കുക. ഒരു ഷർട്ടിന്റെ ബട്ടൺസ് കിടാതെ കണ്ട് കോളറൊക്കെ പുറകോട്ട് വലിച്ച് ഒരു തനി തെമ്മാടിയുടെ ലൈനിലായിരുന്നു ഇയാളുടെ അച്ഛന്റെ സംഭാഷണങ്ങളൊക്കെ. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇയാളുടെ ഇത്. ഇയാൾ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു എന്നുള്ള, ഇയാൾ പ്രണയിച്ചു എന്നുള്ള നമ്മുടെ വിഷയമല്ല. ഇയാൾ 1000, 2000, 5000 എത്ര വേണമെങ്കിൽ പ്രണയിച്ചോട്ടെ. പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ ആയിരിക്കുന്ന ആവാസ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഇയാൾ വ്യഭിചരിക്കുന്ന സമയത്ത് ആ വ്യഭിചാരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പണമെടുത്താണ് ഇയാൾ വ്യഭിചരിക്കുന്നത്. അതിനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധ്യമല്ലാത്തത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വലിയൊരു ട്രാക്ക് റെക്കോർഡ് ഇയാളെ സംബന്ധിച്ചുള്ളത്. ഇയാൾ ആദ്യത്തെ ഭാര്യയെ നേരത്തെ പറഞ്ഞ പോലെ അവർ മർദ്ദിക്കുന്നു, അവരതിനുശേഷം പരാതി പറയുന്നു, അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് അവതരിപ്പിക്കുന്നു, അവരതിനുശേഷം ഇയാളായിട്ട് ഡൈവേഴ്സിൽ വരുന്നു. ഇയാൾ വീണ്ടും അന്ന് ഇയാളെ കണ്ടത് വേറെ സ്ത്രീയുടെ കൂടെയാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് ഇയാളുടെ ഓഫീസിൽ വരുന്നു. ഇയാൾ ഓഫീസിൽ വന്നിട്ട് ഇയാൾ ഈ പറയുന്ന മറ്റേ സ്ത്രീയുടെ ഭർത്താവിന്റെ കാൽക്കിൽ ഇയാൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ മറ്റേ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പേരാ അത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന പേരാണ്. ഇയാളൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് ഈ പറയുന്ന ഇയാൾക്ക് അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ കാൽക്കൽ കെട്ടിവീണ് കിടന്നിട്ട് കരഞ്ഞ് മാപ്പ് വീക്ഷിച്ച ആളുടെ പേരാണ് ഗണേഷ് കുമാർ. അതിന്റെ പേരിലാണ് അയാൾ NSSന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരാളതിന് ശേഷം അയാളുടെ ഭാര്യ പരാതിപ്പെടുന്നു. ഇയാൾ അതിനുശേഷം വരുന്നത് ഭാര്യ മുറിക്കകത്തിട്ട് ഇയാൾ അടിച്ച് തകിടുപിടിയൊക്കെയാണ്. അതിനുശേഷം ഇയാളുടെ മുഖം നമ്മൾ വ്യത്യാസം കണ്ടു. കാരണം ഭാര്യ തിരിച്ചടിക്കാൻ കരുത്തുള്ള സ്ത്രീയാണ് അവര്. അതുകൊണ്ടായിരിക്കാം ഇയാൾ കരഞ്ഞ് വീർത്ത മുഖവുമായിട്ടാണ് ഇയാൾ പിറ്റേ ദിവസം ചാനലുകാരെ കണ്ട സമയത്ത് ഒരു മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട്, ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട്, ലോക ചരിത്രത്തിലാദ്യമായിട്ട് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നായിരിക്കാൻ സാധ്യതയുണ്ട് അതിശക്തമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങിച്ച, അടിക്ക് തിരിച്ചടി വാങ്ങിച്ച
ഒരു നീചനായിട്ടുള്ള മന്ത്രി, അതായിരുന്നു ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത്. അതാണ് ഇയാളുടെ ഇയാളുടെ ഭാര്യാപർവം ശരിക്കതാണ്. ഇതിപ്പോ രണ്ടാം ഭാര്യാപർവമാണ്. അതിന് ഈ ഭാര്യമാരെ ഇയാൾക്ക് ചില ആളുകൾ ഭാര്യമാരായിട്ട് വെക്കുകയും അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ തുടരുകയും ചെയ്യുക എന്നുള്ള ഇയാളുടെ വലിയ സവിശേഷതയാണ്. രണ്ടാമത്തേലിന് ഇയാളുടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്, ഈ സ്ത്രീ പറയുന്ന എങ്ങനെയാണ്, വാടകത്തെ വീട്ടില് അവർ വരുന്ന സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ മാധ്യമങ്ങളോട് അവർ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് അവർ കാണാൻ പറ്റാത്ത രീതിയിൽ ഇയാളെ കാണുന്നു. അവരത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇവരുടെ മൊബൈൽ ഫോൺ, അയാളുടെ ഏതൊരു ഡ്രൈവറാണ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾ അതിനകത്ത് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. വേറൊരു പ്രവർത്തകനായിരിക്കുന്ന പ്രദീപ് ഇവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു, മുറി അടച്ചിടുന്നു, ഈ തരം കാര്യങ്ങൾ കാണിക്കുന്നു. അതിനുശേഷമാണ് അവർ മുൻ DGP ആയിരുന്ന ശ്രീലേഖ അവർ വിളിക്കുന്നത്. അപ്പൊ ശ്രീലേഖ ഇടപെടുന്നില്ല. ശ്രീലേഖ പറയുന്നത് നിയമപരമായിട്ട് 112 വിളിച്ച് നിങ്ങൾ പരാതി കൊടുക്കണം, ആ പരാതി പോലീസ് നടപടിയെടുക്കുന്നതാണ് പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നല്ലോ. ഏത് പോലീസാണ് നടപടിയെടുത്തത്? കാരണം പിണറായി വിജയൻ പോലീസാണല്ലോ. അവരെന്താ വന്നത്? കാരണം വ്യഭിചാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുറ്റമല്ല. കാരണം സാധാരണ ഞാൻ പഴയ കാലത്തിൽ ഇതായിട്ട് കേട്ടിട്ടുണ്ട്, ഇവിടെ അങ്കമാലിക്ക് അടുത്ത് ഒരു സ്ത്രീ ഗർഭിണിയായത്രേ, ഒരു സഖാവാണ്. അവരോട് തന്നെ പാർട്ടി നേതാവിനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഗർഭിണിയായി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വിപ്ലവത്തിന്റെ അനിശ്ചിതമായിട്ടുള്ള മുന്നോട്ട് പോക്കില് ഗർഭം ഒരു സാധാരണ സംഭവമാണ് സഖാവേ എന്ന് പറഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലോ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലൊന്നും കാര്യമായിട്ട് സ്ത്രീകളെ എടുക്കാറില്ല. ആരെങ്കിലൊക്കെ സ്ത്രീകളെ എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ കൂടുതൽ അവരുടെ ഭർത്താക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ യുവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന ഒരാൾ പ്രകാശ് കാരാട്ട, അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു വൃന്ദ കാരാട്ട്. അല്ലാത്ത ഇവരാരും എടുത്തില്ലല്ലോ. ആദ്യത്തെ പൊളിറ്റ് ബ്യൂറോ വനിതാ അംഗം എന്ന് പറയുന്നത് വൃന്ദ കാരാട്ടാണ്. കാരണം ഭർത്താവ് ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് അവരെടുത്തത്. അതേപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്തു, സുശീല ഗോപാലിനെ എടുത്തു. എന്താ കാരണം? AK ഗോപാലിന് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗം ബാധിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ നിത്യനിദാന കാര്യങ്ങൾക്ക് ആരെങ്കിലും സഹായി ആവശ്യമാണെന്ന് വന്ന് കണ്ട സമയത്ത് ആ സമയത്താണ് സുശീല ഗോപാലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന 1920 താഷ്കണ്ടിലാണ്. അന്നൊരാൾ എടുത്തിരുന്നു. അവരുടെ പേര് MN റോയി എന്നായിരുന്നു അന്നത്തെ പാർട്ടിയുടെ നേതാവിന്റെ പേര്. അയാൾ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അയാൾ ഇന്ത്യക്കാരനാണ്, ബംഗാളിയാണ്. ആ റോയിയുടെ ഭാര്യയെ അന്ന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുത്തു. എഡ്വിന റോയി എന്ന അവരുടെ പേര്. അവര് മെക്സിക്കോക്കാരി ആ ലേഡി. അവരെടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാരില്ലാതെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരെയും എടുക്കാൻ സാധ്യമല്ല. എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സഖാക്കന്മാരുടെയൊക്കെ ഇവരുടെ എല്ലാം വിപ്ലവ വീര്യങ്ങളുടെ തിളച്ചു മറിയും. ആ തിളച്ചു മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ശ്രീമതി ടീച്ചർ ആരെങ്കിലും വേണം ഇത് അളക്കാൻ വേണ്ടിയിട്ട്. അവരളക്കുന്ന സമയത്താണ് ഇതിന്റെ വിപ്ലവത്തിന്റെ വീര്യം വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ശശിയുടെ കാര്യത്തിലൊക്കെ അവർ റിപ്പോർട്ട് കൊടുത്തല്ലോ. ഈ തരം ഒരു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഗണേശന്റെ മിസ്റ്റേക്ക് ഒരു തെറ്റായിട്ട് പാർട്ടിക്ക് തോന്നാൻ വേണ്ടി സാധ്യമല്ല. അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല, 2013 ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി രാജിവെക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സുകാരെ അയാളെ കൊണ്ട് രാജിവെപ്പിച്ചില്ല. അയാളെ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു അയാളെ ചെയ്ത് ദീർഘകാലത്തോളം. അവസാനം ഗതികെട്ട് പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ് ഗണേഷ് കുമാർ. അതേപോലെ തന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഈ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കേണ്ടത് സാമാന്യ നിലക്ക് കേരളത്തിന്റെ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതക്രമത്തോട് നീതി പുലർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഗണേഷ് കുമാറിനെ പുറത്താക്കണം. അപ്പൊ ആകെയുള്ള പ്രശ്നം ഗണേഷ് കുമാറിനെ പുറത്താക്കിയ പിന്നെ ആരാ? വേറെ കേരള കോൺഗ്രസ് B, എന്താ പാർട്ടിയുടെ പേര്? അങ്ങനെ കണ്ടായ പാർട്ടിയുടെ പേര് ആ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്. അതിനിപ്പോ അതിന്റെ പേര് മാറ്റാറായി, ഗണേഷ് കുമാർ ഗ്രൂപ്പ് എന്നാക്കാറായി. ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് വേറൊരാളില്ലാത്തതിന്റെ പേരിൽ അയാളെ നിലനിർത്തി കൊണ്ടുപോയില്ലെങ്കിൽ പത്തനാപുരത്ത് പാർട്ടിക്ക് നിർത്താൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ, ഇയാൾ തിരിച്ചുപോയി ഇയാൾ എവിടേക്കാ പോവുക? ഇയാൾ സ്വാഭാവികമായിട്ട് UDF എടുക്കും. കാരണം അവിടെ ആളുകൾ കാത്തിരിക്കുക. ഇതൊന്നും അവിടെ വലിയ പുതുമയുള്ള കാര്യമല്ല. അപ്പൊ അവിടെ ഇന്ന് മാത്രമല്ല, അയാൾ അവിടെ ഉള്ള സമയത്തും ഇത്തരം വ്യഭിചാര പ്രവർത്തനങ്ങൾ അയാളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി, അയാൾ X or Y ആരായിക്കൊള്ളട്ടെ, അവർ ഇത്തരത്തിലുള്ള വ്യഭിചാര പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കേരളത്തിന്റെ മൂല്യശോഷണത്തിന്റെ വലിയ ലക്ഷണമായിട്ട് തോന്നും. അതുകൊണ്ട് അത്തരം മന്ത്രിമാരെ വച്ചു പുലർത്തുന്നത് ഒട്ടും നീതിക്ക് നിരക്കുന്നതല്ല. അയാളെ പുറത്താക്കുക തന്നെ വേണം. അയാൾക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യണം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇടപെട്ട് കേസ് ഒത്തീർപ്പാക്കാനുള്ള ശ്രമമാണ്. എങ്ങനെ ഒത്തീർപ്പാക്കുക? വ്യഭിചാരത്തിന് ഒത്തീർപ്പുണ്ടോ? കേരളത്തിന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. വ്യഭിചാരത്തിന് ഒത്തുതീർപ്പുണ്ടോ എന്നുള്ള വിവരം
കേരളത്തിന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. മകളെ ഇക്കാര്യത്തിൽ എന്താ ചെയ്തത്? മകൾ അച്ഛനോട് പോലും പറഞ്ഞോ? എന്താ മകളോട് പറയാൻ കാരണം? മകളെ ഈ പറയുന്ന മന്ത്രിയുടെ ഭാര്യ അടക്കം പ്രതീക്ഷിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രിയായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടാണ്. കാര്യം ഇതൊരു കുടുംബപരമായിരിക്കും സ്വത്താണ് എന്ന് ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആ മകളോട് പറഞ്ഞിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായില്ല. ഇന്ന് മാത്രമേ പോലീസ് അവിടെ വരുന്നു, ഇയാൾക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യുന്നില്ല. ചാർജ് ചെയ്തതിന് പകരം എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ എവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളത്? കൃത്യമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവർ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞ്. അങ്ങനെ എന്തുകൊണ്ട് രേഖാമൂലം ആക്കേണ്ട പണി ആരുടെ പണിയാണ്? പോലീസിന്റെ പണിയല്ലേ. ആ പോലീസ് ആ പണി ചെയ്യാതിരിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ വലിയ പിന്തുണ ഇത്തരം കാര്യങ്ങൾ ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾക്കുണ്ട് എന്ന് വേണം നമുക്ക് സമീപ ദിവസങ്ങൾ കണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്.